ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ ഹസ്ബൻഡും കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരേ സമയം 3 കറികൾ റെഡിയാക്കി. ബീൻസ് തോരനും മീൻ തിളപ്പിച്ചതും മീൻ ഫ്രൈയും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഒരേ സമയം 3 ഐറ്റമാണ് നമ്മുടെ കിച്ചണിൽ റെഡിയാണത്. ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ചതാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബീൻസ് ബോയിൽ ചെയ്യാൻ വെക്കാം. അടുത്ത പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനിടയിൽ ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഒനിയൻ ഒരുവിധം ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വരുന്ന നല്ല മണം വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ബീൻസ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്താണ്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് കൂടി വേവിക്കാം. മീനിൻ്റെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ടൊമാറ്റോയുടെ പീസ് ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പുളിയും കൂടി കിട്ടുമ്പോൾ ആ മീനിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മുടെ ഫിഷ് റെഡിയായി തുടങ്ങി. നമ്മുടെ ബീൻസ് എന്തോരമായി നോക്കാം. ബീൻസ് നമുക്ക് ഈ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം ഒന്ന് പോകണം, തേങ്ങയുടെയും പച്ചമുളകിൻ്റെയൊക്കെ. നമ്മുടെ ബീൻസ് തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. അത് ഓഫ് ചെയ്തു. മീനും ചാറെല്ലാം പറ്റി നല്ല ടേസ്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.